ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഈ ഒരു പ്ലാന്റാണ്. കാണാൻ സുന്ദരിയായിട്ടുള്ള പ്ലാന്റ് മങ്കിറ്റെയിൽ എന്നാണ് ഇതിൻ്റെ പേര്. വേറെ എന്തൊക്കെയും ആയിക്കൊള്ളാത്ത പേരൊക്കെ ഉണ്ടെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇത് കണ്ട എന്ത് ഭംഗിയാണ് നോക്കിക്കേ. ഈ പ്ലാന്റ് ആദ്യം കാണുമ്പോൾ ഒരുപാട് നാൾക്ക് മുമ്പേ ഞാൻ ഇത് വാങ്ങിക്കണം നടണമെന്നൊക്കെ വിചാരിച്ച് ആഗ്രഹിച്ചിരുന്ന പ്ലാന്റാണ്. അപ്പോൾ മിക്ക വീഡിയോകളിലും അവർ പറയണത് ഈ പ്ലാന്റ് അങ്ങനെ പിടിക്കില്ല, ചൂട് കാലാവസ്ഥയിലൊന്നും പിടിക്കില്ല, വയനാടൊക്കെയാണ് നന്നായിട്ട് പിടിക്കുന്നത്, നല്ല തണുപ്പുള്ള സ്ഥലങ്ങളിൽ ഈ പ്ലാന്റ് പിടിക്കുമല്ലോ എന്നാണ് പറഞ്ഞത്. എന്നാലും ഞാൻ പരീക്ഷണാടിസ്ഥാനം ഒരു ചെറിയ പ്ലാന്റ് ഞാൻ വാങ്ങിച്ച് വെച്ചതാണേ. ഇതിപ്പോൾ നിറഞ്ഞ് നല്ല ഭംഗിയായിട്ട് നല്ല ബുഷിയായിട്ട് നിൽക്കുന്നുണ്ട്. ഇടയ്ക്ക് ഇതിൽ നിന്ന് വെയിറ്റ് കൂടുമ്പോൾ പൊട്ടി വീഴാറുണ്ട്. ഈ ഒരെണ്ണം കണ്ട, അത് തൊട്ടാൽ പോവും, പൊട്ടി വീഴാറായി നിൽക്കുകയാണ്. ഇതിൽ നമുക്ക് തൊടാൻ പറ്റില്ല. അപ്പോൾ ഈ പ്ലാന്റിൻ്റെ ലീഫ്, ഈ ലീഫായിട്ടുള്ളതെല്ലാം നാലമുട്ട് കണക്കിങ്ങനെ പൊഴിഞ്ഞ് വീഴും. അതുകൊണ്ട് നമുക്ക് എടുക്കാനൊന്നും പറ്റില്ല. ഇതിൻ്റെ കൂടെ വേറെയും കുറച്ചുണ്ട്, ഞാൻ അതിനെ കാണിച്ചു തരേ. ഇത് കണ്ട, അതിൽ നിന്ന് ഞാൻ കട്ടിങ് എടുത്ത് വെച്ചിട്ട് മാറ്റി പിടിപ്പിച്ചതാണേ. കണ്ട, നല്ല വിഷയമായിട്ട് നല്ല ഭംഗിക്ക് കണ്ട അതിലേക്ക് വരുന്നുണ്ട്. നല്ല ഹാങ് ചെയ്ത് ഹാങ്ങായി വരുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് മാറ്റി ഹാങ്ങിയാണ് ബോട്ടിലിട്ടിട്ട് കൊടുക്കുന്നത്. തറയിൽ തട്ട് ഇത് ഒന്ന് നമുക്ക് തൊടുമ്പം തന്നെ ഇങ്ങനെ മുത്തുപോലെ ഈ ലീഫ് ഇങ്ങനെ പൊഴിഞ്ഞ് നമ്മളെ കൈകളിൽ വരും, ഇങ്ങനെ പൊഴിഞ്ഞ് വീഴും. അങ്ങനത്തേതാണ്. പെട്ടെന്ന് നമുക്ക് തൊടാൻ പറ്റില്ല, പെട്ടെന്നൊന്നും നമുക്ക് എടുക്കാൻ പറ്റില്ല. അങ്ങനത്തെ പ്ലാന്റാണ്. കാണാൻ നല്ല ഭംഗി, നല്ല സൂപ്പറാണ്. വർഷങ്ങളോളം ഈ പ്ലാന്റ് നിൽക്കുക. എൻ്റെ കിട്ടിയിട്ടിപ്പോൾ ഒരുപാട് നാളായി. ഒരു വർഷം ഒന്നൊന്നുമല്ല, കൂടുതൽ 1.5 വർഷത്തിന് പുറത്തായി എന്നാണ് തോന്നുന്നത്. അങ്ങനെ കിട്ടിയ പ്ലാന്റാണ്. അത്രയും പോട്ടിലാക്കി പിടിപ്പിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് ഞാൻ എടുക്കുമ്പം കട്ട് ചെയ്യുമ്പം നമുക്ക് കിട്ടുന്ന ലീഫാണ് ഇത് കണ്ട. ഈ ലീഫിൽ നിന്ന് തന്നെ നമുക്ക് പുതിയ പ്ലാന്റുകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതിൽ ശ്രദ്ധിച്ചറിയാം. ഇതിൽ കണ്ട ഒരെണ്ണത്തിൽ മുളപ്പ് പൊട്ടി ഇങ്ങനെ വരുന്നുണ്ട്, കണ്ട പിടിക്കാറായിട്ട് വരുന്നുണ്ട്. ഇത് അതുപോലെ ഞാൻ വിത്തിട്ടിട്ട് ഇതുപോലെ ഈ ലീഫ് വെച്ചിട്ട് പിടിപ്പിച്ച പ്ലാന്റാണേ. കണ്ട, ഇത് പിടിപ്പിച്ച് അതിൽ നിന്ന് പിടിപ്പിച്ചതിൽ നിന്ന് ഞാൻ ഇളക്കി മാറ്റി വെച്ചതാണ് ഇതൊക്കെ ലീഫിൽ നിന്ന് പിടിപ്പിച്ചതാണ്. കണ്ട, ഒരു ലീഫിലുള്ള ഇതാണ്. ഇങ്ങനെ പൊട്ടിച്ചിങ്ങനെ വന്ന് ഇത് കണ്ട നല്ല ഭംഗിക്ക് വരും. ഇത് ഞാൻ കട്ടിങ് എടുത്തിട്ട് ജിഫിയിൽ വെച്ചതാണേ. ഇത് നല്ല പിടിച്ച് ഭയങ്കരമായിട്ട് ലീഫ് വേരൊന്നും അങ്ങനെ വന്നില്ല, പക്ഷെ നല്ല പ്ലാന്റ് പിടിച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ ഇടയ്ക്ക് വെച്ചിട്ടേ ഉള്ളൂ, വെച്ചിട്ട് ഒരാഴ്ചയ്ക്ക് പുറത്തായുള്ളൂ. പക്ഷേ നല്ല ഇതായിട്ടിരിക്കുകയാണ്, നല്ല പിടിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഈ പ്ലാന്റ് എല്ലാവരിലും പിടിച്ച് കിട്ടും. ഇത്തിരി ഒന്ന് നമ്മൾ മെനക്കെടണം, ഇത്തിരി ഒന്ന് അതിന് വേണ്ട കാലാവസ്ഥ നമ്മൾ കൊടുക്കണം. എന്നുവെച്ചാൽ ഇതിന് വെയിൽ പാടില്ല. വെയിലടിക്കുമ്പോൾ ഇത് മൊത്തവും മഞ്ഞ കളറിലായിട്ട് ലീഫ് മൊത്തവും അങ്ങ് പൊഴിഞ്ഞു പോവും. മഞ്ഞ കളറടിച്ചിട്ട് ലീഫ് അത്രയും പോവും, അതിൻ്റെ മുത്ത് പോലെ പൊഴിഞ്ഞു പോവും. പിന്നെ ഇത് കണ്ടത് ഇവിടെയൊക്കെ ഇത്തിരി വെയിലായതുകൊണ്ടാണ് അവിടെ നിന്ന് പൊഴിഞ്ഞിരിക്കുന്നത്. പക്ഷെ താഴെ നിലത്ത് വീഴും. ആ നിലത്ത് വീഴുന്നത് അത്രയും ഇതിൻ്റെ നിലത്ത് വീണിട്ട് കണ്ട അതിലും പൊടിച്ച് കിടക്കണുണ്ട. നമുക്ക് ഒരു ചെടി ഒരു പ്ലാന്റ് വാങ്ങിച്ച് ഇത്ര റേറ്റ് ഉണ്ടെങ്കിൽ അത് വാങ്ങിച്ച് വച്ചാൽ നമുക്ക് കുറേ പ്ലാന്റ് ഉണ്ടാക്കാം. നല്ല ഭംഗിയായിട്ട് നിൽക്കും. ഇതിന് വെയിൽ പാടില്ല. ഷെയ്ഡുള്ള ഭാഗത്ത്, സൺഷെയ്ഡിൻ്റെ ഭാഗത്ത് നമുക്കിടാം. ഓർക്കിഡൊക്കെ തൂക്കും പോലെ തന്നെയാണ്. ഈ ഓർക്കിഡിൻ്റെ അടുത്തായിട്ടാണ് ഈ സുന്ദരി കിടക്കുന്നത്. ഇങ്ങനെ ഇടണം. പിന്നെ ഇതിന് തണുപ്പ് കിട്ടാൻ നമ്മൾ പോട്ടിംഗ് മിക്സ് ആയിട്ട് ചകിരിച്ചോറ് കൂടുതലായിട്ട് ചേർക്കണം. ചകിരിച്ചോറ്, അല്പം മണ്ണായിട്ട് ഞാൻ ചേർത്തിട്ടില്ല. മണ്ണ് മറ്റേതിലൊക്കെ വെച്ചിട്ട് ഞാൻ മണ്ണും കൂടി ചേർത്തിട്ടുണ്ട്. ഇതിൽ ഞാൻ അത് വെച്ചിട്ടില്ല. വെയിറ്റ് നമുക്ക് പരമാവധി കുറയ്ക്കാൻ വേണ്ടിയിട്ട് ചകിരിച്ചോറാണ് കൂടുതൽ. പെർലൈറ്റ് ചാപ്പും കൂടെ ചേർത്തിട്ടാണ് ഈ പോട്ടിംഗ് ആയിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. അതിലാണ് ഞാൻ വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആ തണുപ്പിൻ്റെ ഇതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ഈ പ്ലാന്റ് നല്ലതായിട്ട് പിടിച്ച് കിട്ടുക. എനിക്ക് വലിയ ഒരു ഇതുണ്ടായിരുന്നു, വലിയതായി നല്ല ഹാങ്ങായി വന്നതായിരുന്നു അതിൻ്റെത് പൊട്ടി വീണു. അപ്പം ഞാൻ അത് വേറെ ഒന്നിൽ വെച്ച് പിടിപ്പിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിന് കൊടുക്കണ വളപ്രയോഗം നമ്മൾ ഓർക്കിഡിന് ചെയ്യണ അതേ മെത്തേഡാണ്. നമുക്ക് NPK സ്പ്രേ ചെയ്തിട്ട് ഇതിൻ്റെ ഓരോ ലീഫിനും ഓരോ ഇതിനും മൊത്തത്തോടെ സ്പ്രേ ചെയ്ത് കൊടുക്കണം. ഇതിന് നന്നായിട്ട്
സ്പ്രേ ചെയ്യണം. മൂട്ടിൽ അതിൻ്റെ ചെടിച്ചട്ടിയിൽ ഒഴിച്ചും കൊടുക്കണം. പിന്നെ സാഫ് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കണം. ചെറിയ പുഴു പോലത്തെ ഒരു സംഭവം വന്നിട്ട് ഇതിൻ്റെ ഇല കഴിച്ച് കളയും. അതുകൊണ്ട് നമ്മളതും കൂടെ ഒന്ന് ശ്രദ്ധിക്കണം. പിന്നെ പിന്നെ വെള്ളം കൊടുക്കണ രീതി, വെള്ളം ഇതിന് ഓവറായിട്ട് വേണ്ട. ആഴ്ചയിൽ ഒരിക്കൽ നമ്മൾ വെള്ളം കൊടുത്താൽ മതി. അത് നനവ് നമുക്ക് പോട്ടിങ്സിൽ നനവ് നോക്കിയിട്ട് മാത്രം, നമ്മൾ ചകിരിച്ചോറ് കൊടുക്കുന്നതുകൊണ്ട് നല്ല നനവ് കാണും, അത് നോക്കിയിട്ട് മാത്രം വെള്ളം കൊടുക്കുക. എന്നും വെള്ളം കോരി ഒഴിക്കാതിരുന്ന ഈ പ്ലാന്റിന് ഒന്നും സംഭവിക്കില്ല, ചീഞ്ഞു പോവില്ല. നമ്മളെല്ലാവരിലും ഈ പ്ലാന്റ് നന്നായിട്ട് പിടിച്ചു കിട്ടും. കൂട്ടുകാരെ, എല്ലാവർക്കും ഈ പ്ലാന്റ് ഇഷ്ടമാണെന്നറിയാം. എല്ലാവരും എവിടെയെങ്കിലും കിട്ടുമെങ്കിൽ ഇത് ഓരോന്ന് വാങ്ങിച്ച് വെച്ച് ഇങ്ങനെയൊക്കെ പരിപാലിച്ചാൽ നമുക്കും ഇത് കിട്ടും. വയനാട് മാത്രമല്ല, നമ്മളെ മണ്ണിലും നല്ല ഫ്രഷായിട്ട് ഈ പ്ലാന്റ് ഉണ്ടാവും. കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ലൈക്ക്, സബ്സ്ക്രൈബ്. ഇഷ്ടമുള്ളവർക്ക്, പ്ലാന്റും പൂക്കളും ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്കൂടെ ഒന്ന് ഷെയർ കൂടെ ചെയ്ത് കൊടുക്കണം. ഓക്കേ.